ഹലോ, ഒരു കുട്ടി ഷോപ്പിങ്ങിന് പോയാലോ? നാഷണൽ ഡേ ആയതുകൊണ്ട് തന്നെ ഇവിടെ ദുബായ് മോളിൻ്റെ ഉള്ളിലേക്ക് ബാച്ചിലേഴ്സിനും പിന്നെ ഒറ്റയ്ക്ക് വരുന്ന ആണുങ്ങൾക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല. ലേഡീസിനും ഫാമിലിക്കും ആയിരുന്നു പ്രവേശനം. എന്നിട്ട് പോലും അതിൻ്റെ ഉള്ളിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഷൂ നോക്കാൻ പോയി. ഒരുപാട് ഷൂവിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നെങ്കിലും പുള്ളിക്കാരന് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒന്നും കിട്ടിയില്ല എന്നാണ് ആളുടെ പരാതി. ആൾക്കൊരു യുണീക്ക് പീസ് വേണം പോലും. ഈ യുണീക്ക് പീസ് ഞാൻ പറഞ്ഞുണ്ടാക്കിക്കേണ്ടി വരും, അല്ലാണ്ട് ഇത് എവിടെ നിന്ന് കിട്ടാനാ? അങ്ങനെ നമുക്ക് പറ്റിയതൊന്നും ഇല്ലടാ എന്നുള്ള എക്സ്പ്രഷനാണ് ആ കണ്ടത്. അങ്ങനെ അടുത്ത് നമ്മൾ നേരെ പോയത് സെഫോറയിലോട്ടാ. എനിക്ക് പിന്നെ മനസ്സിനങ്ങനെ ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല, എനിക്ക് എൻ്റെ സാധനം കിട്ടിയാൽ മതി. അങ്ങനെ ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമായിട്ട് ഒരു ലക്ഷറി ഐലൈനറും മസ്കാരയും വാങ്ങിച്ചു ഗൈസ്. അങ്ങനെ അവിടെ നിന്ന് അത് ബില്ലാക്കി നമ്മൾ നേരെ പോയത് ആപ്പിൾ സ്റ്റോറിൻ്റെ ഉള്ളിലേക്കാണ്. അയ്യോ, ഐഫോൺ എടുക്കാനല്ലോ, ഇവിടെ നിന്നാൽ കുറച്ച് നേരം തിരക്കില്ലാണ്ട് വാട്ടർ ഫൗണ്ടെയിനും ബുർജ് ഖലീഫയുടെ ലൈറ്റ് ഷോയൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ച് വന്ന ഞങ്ങൾ ആരായി? താഴത്തേനേക്കാൾ വലിയ തിരക്കായിരുന്നു മേലെ. എന്തായാലും കുറച്ച് നേരം താഴത്തെയൊക്കെ കണ്ട് അവിടുന്ന് ഒന്നും പറയാതെ ഫുഡ് കഴിക്കാൻ പോയി. ആ സങ്കടം നമുക്ക് ഫുഡിലൂടെ തീർക്കാമെന്ന്. അതിന് നമ്മൾ ചൈന ടൗണിലാട്ടോ പോയത്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചൈന ടൗൺ എന്ന് പറഞ്ഞ സെറ്റപ്പ് ഉണ്ട്, അടിപൊളി അവിടുത്തെ ഫുഡ്. ഈ ചോപ്സ്റ്റിക്ക് ആ ചേച്ചി എന്തിനാ എനിക്ക് തന്നേന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നെ കണ്ടപ്പോൾ ചൈനക്കാരികളെ പോലെ തോന്നുന്നു. അങ്ങനെ അത് നമുക്ക് ഉപയോഗിക്കാൻ അറിയാത്തതുകൊണ്ട് നമ്മുടെ ആയുധം എടുത്ത് നമ്മൾ കഴിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പുറത്തിരുന്ന് കഴിച്ച ചേച്ചീൻ്റെ കണ്ട് കോപ്പി അടിച്ച് ഇവന് അത് പഠിച്ചെടുത്ത്. പിന്നെ ഇവൻ്റെ ഷോ എന്ന് പറഞ്ഞാണ്ടല്ലോ, അയ്യോ, ഇവൻ്റെ ഷോയ്ക്ക് മുന്നിൽ എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നല്ലേ പറ്റൂ. അങ്ങനെ ഞാൻ കുറേ കടന്നും തിരിഞ്ഞു നോക്കി, പക്ഷെ ഇതിങ്ങനൊന്നല്ലടോ. ആകെ കൺഫ്യൂഷൻ ആവുകയാണല്ലോ. ഇതിപ്പോൾ എന്താ സംഭവം? എന്തത്? ഇത് കുത്തിയെടുക്കണോ ഇനി? ഈ ചേച്ചിമാരിതെങ്ങനെ കഴിക്കണേ? കണ്ടോ, ഇതിങ്ങനെയും കഴിക്കാം. ഇതൊരു പുതിയ അറിവല്ലേ, ഞാനല്ലേ പഠിപ്പിച്ചത്. അങ്ങനെ ലാസ്റ്റ് ഞാനും അത് പഠിച്ചെടുത്തു. മിഷൻ സക്സസ്. അങ്ങനെ ഞങ്ങൾ അടുത്തത് മാക്സ് പോയി. ഈ ഹുഡി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതാട്ടോ, പക്ഷെ അത് അവന് ഇഷ്ടപ്പെട്ടില്ല പോലും. ഇതാണ് ഇഷ്ടപ്പെട്ടെ. അങ്ങനെ അവൻ അതെടുത്തു. പിന്നെ ഈ കണ്ണട, ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, പക്ഷെ അവൻ ഒറ്റ വാക്കി പറഞ്ഞു നോ, എടുക്കണ്ട. ശരി, എടുക്കണില്ല, അവിടെ വെച്ചു. അതിൻ്റെ സങ്കടം മാറാൻ വേണ്ടി ഇതെടുത്ത് തന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ബില്ലടിച്ച് നേരെ ഇറങ്ങിയത് ബാത്ത് ആൻഡ് ബോഡിയിലോട്ടാണ്. നമ്മുടെ ലക്ഷ്യം ഉണ്ടായിരുന്നത് ഒരു ബോഡി ലോഷൻ എടുക്കണമെന്നാണ്. കാരണം ഇവിടെ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ ആയതുകൊണ്ട് ബോഡി നന്നായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബാത്ത് ആൻഡ് ബോഡിയിൽ എന്തോ ഓഫർ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു ബോഡി ലോഷന് പകരം 2 കിട്ടി. അങ്ങനെ ആ 2 എടുത്ത് നമ്മൾ ബില്ലാക്കി. ഈ 2 ഞാൻ വാങ്ങിച്ച നല്ല സ്മെല്ലാണ്, എപ്പോഴെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോ. അങ്ങനെ അടുത്ത മെട്രോ കയറി നമ്മൾ വീട് പിടിച്ചു. ബായ്.